അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വിശ്വഭാരതി യൂണിവേഴ്സിൻ്റെ അകത്താണ് കേട്ടോ. അതായത് കൊൽക്കത്തയിലല്ല ബംഗാളിലുള്ള ശാന്തിനികേതൻ പറഞ്ഞ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു അടിപൊളി ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. കുറേ ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ വണ്ടിയും കൊണ്ട് കറങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ട്രിപ്പ് തുടങ്ങിയിട്ട് എത്രയോ ദിവസമായിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഷർഫലി സ്മിതയാണുള്ളത്. സ്മിത ഹായ്. Can you check that it is not hitting your back? I can't go that side. You gonna go? No, I can't go. It's gonna hit. That up money body. Let me check. യൂണിവേഴ്സിൻ്റെ അകത്തേക്ക് നമുക്ക് അങ്ങനെ കടക്കാൻ കഴിയില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മളിങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ കണ്ട് പോവാണ് കേട്ടോ. ഒരു പീസ്ഫുൾ ആയിട്ട് ഉള്ള സ്ഥലം. ഇങ്ങോട്ട് വേറെ ഡാൻസ് സിംഗിങ് വൺ. ഓക്കെ, എന്തായാലും കൊള്ളാം. നമ്മളിങ്ങനെ അത് കണ്ടിങ്ങനെ എൻജോയ് ചെയ്ത് പോവാട്ടോ. നല്ല 8ൻ്റെ പണി കിട്ടിയൊരു സംശയം. നമ്മളെ റേഡിയേറ്ററിൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, അതായത് ടെമ്പറേച്ചർ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് 100ലേക്ക് എത്തി. അപ്പം 100ലേക്ക് എത്തിയപ്പോൾ പിന്നെ ഞാൻ ഒന്നും ചെക്ക് ചെയ്യാൻ നിന്നില്ല. ഒരു 2 കിലോമീറ്റർ ഓടിച്ചാണ്ട് വണ്ടി നിർത്തിയപ്പം റേഡിയേറ്റർ തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞ് റേഡിയേറ്റർ തുറന്നപ്പോൾ അതിൽ തുള്ളി വെള്ളമല്ല. എൻജിൻ ഓയിലിലേക്ക് നോക്കിയപ്പം വെള്ളം അതിലേക്ക് പോയാൽ എനിക്ക് തോന്നിയും ചെയ്ത്. മിക്കവാറും ഗ്യാസ്കറ്റിൻ്റെ പ്രശ്നമായിരിക്കാനാണ് സാധ്യത. അതായത് നമ്മൾ എൻജിന് മിക്കവാറും എന്ത് ചെയ്യണം, ഹെഡ് കഴിച്ചിട്ട് ഗ്യാസ്കറ്റും കാര്യങ്ങളും മാറ്റേണ്ടി വരും. ഈ പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. അതായത് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു മെക്കാനിക്കിനെ കണ്ട് ഈ വണ്ടി പണിയെടുപ്പിച്ച് എന്താ പറയുക, ഈവൻ നമ്മൾ അതിൻ്റെ പാർട്സും കാര്യങ്ങളും കിട്ടുമെന്നുള്ള അതും സംശയമാണ്. എന്തായാലും നല്ല രീതിയിൽ പണി കിട്ടി. ആദ്യമായിട്ടാണ് നമുക്ക് നല്ലൊരു പണി തരുന്നത്. 18,000 കിലോമീറ്റർ ഓടിച്ചിട്ട് കിട്ടിയ നല്ലൊരു പണി കിട്ടാം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പണി കിട്ടിയ സമയത്ത് തന്നെ ഒരുത്തനവിടെ മുങ്ങുന്നു. നിന്നെ കണ്ട മുതൽ മൊത്തം പണിയാണ്, ഒന്നും പറയാല്ല ഗൈസ്. അപ്പം അങ്ങനെ ഷറഫലി പോവാണ്, നാട്ടിലേക്ക് പോകണം. ഇന്ന് രാത്രി 11 മണിക്ക് നമുക്ക് കൊൽക്കത്തയ്ക്ക് ട്രെയിനാണ്. അപ്പോൾ ഇവിടുന്ന് ട്രെയിൻ കയറി കൊൽക്കത്ത പോവും. ഒരു 4 മണിക്കൂർ കൊണ്ട് ഇവിടുന്ന് അവിടെ എത്തും. അപ്പോൾ എന്തായാലും നാട്ടിൽ നിന്ന് കാണാം. ഞാനിതൊക്കെ സെറ്റാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ശരി, ബൈ. അതാ സ്മിതൻ്റെ കൂടെ നമ്മളെ വണ്ടിയിലല്ല പോകുന്നത്, ടോട്ടോയിലാണ് പോകുന്നത്. അതിൽ പോയിട്ട് സ്മിത ഒരു മെക്കാനിക്കിനെ കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം, ദർശി. ഞാൻ നമ്മുടെ വന്ന സ്ഥലത്ത് ഇവിടെ കുറേ ഇങ്ങനെ നിലത്തിരുന്നിട്ട് കുറേ ആൾ കച്ചവടം ചെയ്യുന്നുണ്ട്. അത് വാങ്ങാനായിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടുത്തെ ലോക്കലിയുള്ള പ്രൊഡക്ട്സാണ്. നമുക്ക് എന്തായാലും ചുമ്മാ ഒന്ന് അങ്ങനെ നടക്കാം. നമ്മളിങ്ങനെ നടന്നാട്ടോ ഒരു ചായ എടുക്കാൻ വേണ്ടിയിട്ട്. സ്മിത തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഒന്ന് നോക്കിയപ്പം ഇവിടെ ഐസ്ക്രീം നമുക്ക് ഫ്രീ ആയിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്നുണ്ട്, എല്ലാ ഫ്ലേവറും. കൊള്ളാം എന്തായാലും. അങ്ങനെ മെക്കാനിക്ക് 2 പേര് വന്നിട്ടോ. അവർ വന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇനി ഹെഡ് കഴിച്ചിട്ട് പിസ്റ്റൻ്റെ അടിയിൽ എന്തോന്ന് പറഞ്ഞു. ഭയ്യ ക്യാ ഹുവാ, മതലബ് പിസ്റ്റൻ കാ നീച്ചെ रेडिएटर का पानी सब अंदर ये में चला गया। अच्छा। मोबिल चैम्बर में। अभी हेड गैस्केट खोलना पड़ेगा और मोबिल चैम्बर का जो नीचे वाला पार्ट है वो खोल के अंदर देखना पड़ेगा कोई सीज हुआ है कि नहीं हुआ है। पानी सब चला गया ना, आधा पानी है। अच्छा, हाँ, ठीक है, वही खोल के देखना पड़ेगा। ठीक है, कर सकता है ना, मतलब सब रेडी कर सकता है ना? कोई दिक्कत नहीं है ना? कोई दिक्कत नहीं। ठीक है, अभी कल आपको 10-11 बजे बोल देंगे क्या होगा, क्या हो रहा है सब बोल देंगे। अच्छा, आज ठीक तो है, कुछ नहीं होगा, कल सुबह ही खोलना पड़ेगा। ठीक है, कोई दिक्कत नहीं है। मतलब आप भी नहीं कर सकते ना? आपका नाम भैया? तापूस। अच्छा, आपका? गोपी। കോപ്പി. എന്തായാലും 2 ആളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. മൂപ്പര് കുറേ പഴയ വണ്ടീൻ്റെ ഒക്കെ പണിയെടുത്ത ആളാണ്. ठीक है भैया, अभी मैं गाड़ी लेकर उधर आऊँगा और कल शुरू करेगा ना काम करने के लिए. ठीक है. നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അല്ലേ റേഡിയേറ്ററിലത്തെ വെള്ളമൊക്കെ എൻജിനിൽ പോയ കാരണത്താൽ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പം എൻജിൻ അങ്ങോട്ട് പുറത്തേക്ക്, ഓയിൽ അങ്ങോട്ട് പുറത്തേക്ക് അടിച്ചിട്ടോ.
അപ്പോൾ പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല. ഒരു ഹെയ്സ് വണ്ടി വിളിച്ചിട്ട് അതിൽ കെട്ടി കൊണ്ടുപോവുക ചെയ്യുന്നത്. നമ്മളത് ടോക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ മൂപ്പര് പറഞ്ഞ് ഇതെന്തോ കയറി വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ബെറ്റർ ആണെന്ന് പറഞ്ഞു. എന്തായാലും നോക്കാം, നമുക്ക് ഈ വണ്ടിയിൽ വലിച്ചുകൊണ്ട് പോവാം. എന്തായാലും നമുക്ക് നൈസായിട്ട് വർക്ക്ഷോപ്പിലേക്ക് വണ്ടി എത്തിക്കാം. നല്ല കത്തി റേറ്റ് ആണ് മൂപ്പര് പറഞ്ഞത്, 900 റുപ്യ പറഞ്ഞത്. ചെറിയ ഡിസ്റ്റൻസ് ഉള്ളൂ, 3 കിലോമീറ്റർ ഉള്ളൂ. അങ്ങനെതാ വണ്ടിയിൽ നമ്മുടെ ചേട്ടനിരുന്ന് വണ്ടി കൊണ്ട് പോകുന്നട്ടോ. കുഴപ്പമില്ല, ഇത് നിരന്ന സ്ഥലമായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കൂളായിട്ട് വലിച്ചു കൊണ്ടുപോവാം. പിന്നെ ഗൈസ്, ഇതൊന്നും വിചാരിച്ച് നമ്മൾ തളരാൻ പാടില്ല. ഇതൊക്കെ കണ്ട് എടുക്കുക, എന്താ പറയുക, ഒരു മൂഡിൽ ട്രിപ്പിൻ്റെ ഭാഗമാണെന്നൊക്കെ. സേഫ്റ്റി ബഹുത് ബഡിയ. അങ്ങനെ നമ്മൾ സഹിയേ അങ്ങനെ വർക്ക്ഷോപ്പിലെത്തിട്ടോ, സീനില്ലാതെ എത്തി. ഭയ്യാ സിർഫ് 4 കിലോമീറ്റർ. നമ്മളെ വണ്ടി അങ്ങനെ ഇതാ നൈസായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ സേഫാട്ടോ, സീനൊന്നുമില്ല. ആൾക്കാരൊക്കെ നല്ല അടിപൊളിയാണ്, ഫ്രണ്ട്ലി ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. വണ്ടി ഇവിടെ വെച്ച് ഞാനിതാ ജസ്റ്റ് സൈക്കിളിട്ടാണ് ഒന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. സ്മിത വേറെ റൂമും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്കവാറും വണ്ടീൻ്റെ മേലെ തന്നെ ഇവിടെ ചിലപ്പോൾ വന്നിട്ട് കിടക്കും. അപ്പോൾ എന്തായാലും കൊള്ളാം, സൈക്കിൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് ഇറങ്ങിയോട്ടെ. നമ്മുടെ എൻജിൻ്റെ ഹെഡും കാര്യങ്ങളൊക്കെ തുറന്നിട്ടോ, തുറന്ന് നോക്കി നിങ്ങൾ. ബൈ ക്യാ ചല ഗയാ ലൈന സ്ലീവ് ഇസ്കാ. അപ്പോൾ അത് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബൈ ആപ്കാ നാം ക്യാ? വിശാൽ. എന്തായാലും സെറ്റായിട്ടോ അവർ. നമ്മൾ ഇന്നലെ കണ്ട ചേട്ടനെ കാണുന്നില്ലല്ലോ ഇവിടെ. ഇനി സെറ്റാക്കി എടുക്കണം കേട്ടോ. ഓഫ് ടാസ്കനെ. ഭയ്യ സബ് മേരാ ഗാഡിക്കാനാ മടിയാ. എന്തായാലും ഇവർ നല്ല അടിപൊളിയായിട്ട് സംഗതി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിൻ്റെ എൻജിനൊക്കെ തൊട്ട കാലം മറന്നുപോയി. എൻ്റെ ഓർമ്മയിൽ എനിക്കൊരു ബുദ്ധി വെച്ചതിന് ശേഷം, അല്ലെങ്കിൽ എനിക്കൊരു തിരിച്ചറിവ് വന്നതിന് ശേഷം വണ്ടിന്മേൽ എൻജിന്മേൽ തൊട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കാലപ്പഴക്കം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ നമുക്ക് ഇതിന് വേറെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത്രയും കിലോമീറ്റർ വണ്ടി ഓടിച്ചു വന്ന്, അതല്ലാതെ നമ്മൾ വണ്ടിന്മേൽ ചെയ്ത വർക്ക് ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണ്, നമ്മൾ എൻജിന്മേലും അതുപോലെ തന്നെ ഫസ്റ്റത്തെ വീഡിയോകൾ ഉണ്ടായിരുന്നു, മറ്റേ ഹൗസിങ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ തൊടാത്തുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ നമ്മൾ സെറ്റാക്കിയതാണ്. ആ സെറ്റാക്കിയ ഒരു സംഗതികൾ പോലും ഇതുവരെ കംപ്ലൈൻ്റ് ആയിട്ടില്ല. ഇനി കംപ്ലൈൻ്റ് ആവാതെ ഇരിക്കട്ടെ. കണ്ടോ, ഇതിപ്പോൾ പുതിയത് ഇടുകയാണ്. ഇനി ഇത് ഇട്ട് അത് സെറ്റാക്കി എടുക്കണം. കണ്ടില്ലേ, അതായത് സ്ലീവ്, നമ്മുടെ എൻജിൻ്റെ സ്ലീവ് അല്ലെങ്കിൽ ലൈനർ പറയും, ഇത് തേയ്മാനം കൊണ്ട് സംഭവിച്ചതാട്ടോ. നോക്കി നിങ്ങൾ, തേയ്മാനം കൊണ്ട് അങ്ങോട്ട് ഹോളായി പോയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കുക. അല്ലാതെ നമ്മൾ പണിത സാധനത്തിന്മേൽ നമുക്ക് ഒന്നും ഇതുവരെ അങ്ങനെ പണി കിട്ടിയിട്ടില്ല. എന്താണോ പണിയാത്തത് അതാണ് കിട്ടിയിട്ടുള്ളത്. എനിക്കൊരു ചായ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചായയും കുടിച്ച് ഇവിടെ സീറ്റിലിരുന്നൊരു സീറ്റും തന്ന് ഇങ്ങനെ കാഴ്ച കാണുകയാണ് വണ്ടീൻ്റെ. സൈക്കിളും കൊണ്ട് ഇറങ്ങിട്ടോ. ഒരു ബീഫിനെ കുറേ കാലത്തിൻ്റെ അത്ര കാലം അറിയാം ബീഫിനെ വെച്ചിട്ട്. മേബി 6 മാസത്തിലാറ് കഴിഞ്ഞിട്ടുണ്ടാവും, 7 മാസമായിട്ടോ. ചെറിയൊരു സ്ഥലം കേട്ടോ, മുസ്ലിങ്ങളുടെ കട തന്നെയാണ്. അപ്പോൾ എന്തായാലും കഴിക്കട്ടോ. ബിരിയാണി, ഐ മീൻ ഇതാണ് കേട്ടോ ബംഗാൾ ബിരിയാണി, ബംഗാൾ ബീഫ് ബിരിയാണിയാണത്. കഴിച്ചോ കേട്ടോ, എങ്ങനെയുണ്ടെന്നുണ്ട്. അറിയിട്ടാണ്, പക്ഷെ നമ്മൾ അവിടുന്ന് വെച്ചത്ര ടേസ്റ്റ് കിട്ടിയില്ല. നമ്മൾ കൊൽക്കത്ത കഴിച്ചല്ലോ, എന്നാലും മോശമല്ല. 100 രൂപ